സോ ഞാൻ വീട്ടിലല്ല, ഞാൻ പുറത്താണ്. അതാണ് നമ്മുടെ യൂഷ്വൽ സെറ്റപ്പ് അല്ലാത്തത്. സോ DSRA കണ്ടു. നല്ല നൈസ് പടം. നൈസ് എന്ന് പറഞ്ഞാൽ ലെവൽ മേക്കിംഗ് ഒന്നുകൊണ്ട് മാത്രം ഒരു ഒരു നല്ലൊരു വാച്ച് നൽകുന്നൊരു പടമാണ്. നമ്മൾ ഈ രീതിയിലുള്ള ഹൊറർ പടങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. മലയാളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ നിന്നല്ല, ഹോളിവുഡിലും കൊറിയനിലൊക്കെ ആയിട്ട് ഈ ഒരു ഹോണ്ടഡ് ഹൗസ് അല്ലെങ്കിൽ ഒരു വീട്ടിനകത്തൊരു പ്രേതം വരുന്ന സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ കുറേ പടത്തിൽ കണ്ടിട്ടുണ്ടെങ്കിലും വിത്ത് ദ മേക്കിംഗ് ഈ ചങ്ങായി ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു ലെവലിലേക്ക് കൊണ്ട് എത്തിക്കുന്നുണ്ട്. ഇങ്ങനെയുടെ തന്നെ ബ്രഹ്മക ആയിക്കോട്ടെ, ഇങ്ങനെയുടെ തന്നെ ഭൂതകാലമായിട്ട് നമുക്ക് ഒരുപാട് റിസംബ്ലൻസ് വരേണ്ട രീതിയിലുള്ളൊരു പടം തന്നെയാണ്. പക്ഷെ വിത്ത് ദ മേക്കിംഗ് ഞാൻ പറഞ്ഞില്ല, അതിൽ വിഷ്വൽ ആൻഡ് ഓഡിബിൾ എക്സ്പീരിയൻസ് കാരണം ഈ സിനിമ ഒരു നല്ലൊരു വാച്ച് തന്നെയാണ് എനിക്ക് പേഴ്സണലി തന്നത്. പ്രത്യേകിച്ച് അതിൻ്റെ ആ ഒരു സൗണ്ട് ഡിസൈൻ വലിയ കിഡിലെ സൗണ്ട് ഡിസൈനാണ്. ഈ ചില എല്ലാ സീക്വൻസിലും എലിവേറ്റ് ചെയ്യുന്നത് ഈ സിനിമയെ ഒരു ടിപ്പിക്കൽ യൂഷ്വൽ ഹൊറർ ഫ്ലിക്ക് അല്ലാതെ മാറ്റുന്നത് ഇതിൻ്റെ സൗണ്ട് ഡിസൈനാണ്. ഹാറ്റ്സ് ഓഫ് ടു ദ എൻ്റയർ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ്. അതിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ മാത്രമല്ല, ചെറിയ കുറേ സൗണ്ട് ഇഫക്ട്സുകളും കുറേ സാധനങ്ങളുണ്ട്. ഈ കാറ്റിൻ്റെ ഒക്കെ സൗണ്ട് ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ മുടി ഇങ്ങനെ തട്ടുമ്പോഴുള്ള അങ്ങനത്തെ വളരെ മൈന്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ. അതായത് ഇതിലെ സ്പോയിലറല്ല, ഇതിലെ കൂടുതൽ ഒരു 99% ഈ സിനിമയിൽ ഇവർ കാണിച്ചിട്ടല്ല നമ്മൾ പേടിപ്പിക്കുക, സൗണ്ട് വെച്ചും ആ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തിട്ടാണ്. മറ്റുള്ള എല്ലാ പ്രേത പടങ്ങളിലും നമ്മൾ തിരിഞ്ഞെടുക്കുമ്പോൾ പുറകിലെ പ്രേതം ഉണ്ടെങ്കിൽ ഇതിൽ അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പറയില്ല, നമുക്ക് തോന്നി ഇങ്ങനെ ഒരാൾ അടുത്തുള്ള പോലെ അല്ലെങ്കിൽ ഒരു കാറ്റ് പോയ പോലെ എന്നൊക്കെ നമ്മൾ പറയുന്ന സാധനം സിനിമയിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മാജിക്. അത്ര തന്നെ പറയാനുള്ളൂ, അതിനപ്പുറത്തേക്ക് വേറെ പറയാനില്ല. കാരണം അത് ചെയ്യാൻ പറ്റില്ല, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമുക്കിപ്പോൾ പ്രേതം ഉണ്ടെന്ന് ഒരാളോട് പറഞ്ഞാൽ ആൾ വിശ്വസിക്കാത്ത പോലെ നമുക്കത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഈ രീതിക്ക് ഈ സിനിമയിലെ ക്യാരക്ടേഴ്സ് ഒന്നും തന്നെ ഇതിൽ കാണുന്നില്ല, അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നേ ഉള്ളൂ. പക്ഷെ അവർക്ക് കിട്ടുന്നുണ്ട്, അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, നമുക്ക് ഫീൽ ആവുന്നുണ്ട് എന്നതാണ് ഈ സിനിമയുടെ ഹൈലൈറ്റ്. അത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. സോ മേക്കിങ്ങിൽ പിടിച്ച് ലെവലാക്കി പണ്ടാരടക്കിയ ഒരു സാധനമാണ്. മേക്കിംഗ് പൊളി. രാഹുൽ സദാശിവൻ്റെ മറ്റൊരു നല്ല ബാങ്കർ എന്ന് പറയാം. ഞാനീ പറഞ്ഞ പോലെ ഇത് കയറുന്നതിന് മുമ്പ് എനിക്ക് കംപ്ലീറ്റ്ലി ഭൂതകാലം എന്നൊരു പടം തന്നെയാണ് എൻ്റെ മൈൻഡിലുള്ളത്. അങ്ങനെ ഇങ്ങനത്തെ ഒരു പടം ചെയ്തതാണ്. പിന്നെ ഇതിപ്പോൾ എന്തിനാണ് ഇത് അതേപോലെ തന്നെ ആവില്ല എന്നൊക്കെ ഒരുപാട് തോട്ട്സ് ഉണ്ടായിരുന്നു. മാൻ, ദിസ് ഫീൽസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ഭൂതകാലേ അല്ല ബ്രഹ്മയുഗയല്ല DSRA, എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ചങ്ങായി മൊത്തം ചെയ്തു വെച്ചത്. സോ യെസ്, പ്രൂവൺ അഗൈൻ ഈ ചങ്ങായി കാലിബർ ഉണ്ട്. ഇതുപോലത്തെ കുറേ നല്ല ഹൊറർ പടങ്ങൾ ഐ തിങ്ക് നമ്മളിപ്പോൾ ഹോളിവുഡിലെ A24 എന്നൊക്കെ പറയില്ലേ, അവരുടെ പടങ്ങൾ കാണുന്നവർക്കറിയാം. അത്ര യുണീക്ക് ആയിട്ടുള്ള കണ്ടന്റ്സ് മാത്രമേ അവർ എടുക്കാറുള്ളൂ. ഒരു പടം പോലെ ഉണ്ടാവില്ല അടുത്ത പടം. ഇന്നലെ തന്നെ ഞാൻ അവരുടെ ഐ തിങ്ക് A24 എനിക്ക് ഓർമ്മയില്ല, ഒരു ടുഗദർ എന്ന് പറഞ്ഞൊരു പടം കണ്ടു. ഒരു ഉറക്കം പോയി. സത്യം പറഞ്ഞാൽ ഒരു പാതി മയക്കത്തിലാണ് പടം കണ്ടത്. ആ പടം കണ്ട് അങ്ങനെ ഉറങ്ങി കംപ്ലീറ്റ്ലി. പക്ഷേ അതിൻ്റെ ഇടയിൽ കുറേ സമയത്ത് മൈൻഡ് ഫുൾ അതായിരുന്നു, ഇങ്ങനെ കൂട്ടിമുട്ടിയിട്ടുള്ളൊരു സെറ്റപ്പ് ആയിരുന്നു. അതേപോലെ തന്നെയാണ് ഈ ഒരു പടം കണ്ടു കഴിഞ്ഞിട്ട് ഇന്നത്തെ ഉറക്കം കുതാഹവ. കാരണം ഒറ്റയ്ക്ക് ആ ഫീല് തന്നിട്ടുണ്ട്. അതായത് നമ്മൾ സ്ഥിരം കാണുന്ന ആ ഒരു പ്രേതപ്പടം അല്ലാതെ അത് കണ്ട് ശീലിച്ച് മടുത്തവർക്ക് പുതിയതായിട്ട് എന്തെങ്കിലും ഡെലിവറി എന്ന് പറയുന്ന പടം. പക്ഷേ ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ മറ്റുള്ള സിനിമകളൊക്കെ ഇതാണ് ഈ പറയാൻ പോകുന്നതാണ്. ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് അബൌട്ട് ദിസ് മൂവി. കാരണം മറ്റുള്ള എല്ലാ സിനിമകളും ഞാൻ പറയുക ക്രൗഡിനൊപ്പം ഇരുന്ന് കാണേണ്ടതാണ്, ക്രൗഡിൻ്റെ കൂടെ ഇരുന്ന് കാണേണ്ടതാണെന്നൊക്കെ. പക്ഷെ ഈ പടം ക്രൗഡിൻ്റെ കൂടെ ഇരുന്ന് കാണേണ്ട പടമല്ലടി. ഇത് ഒറ്റയ്ക്ക് തിയേറ്ററിൽ ഇരുന്ന് കാണാം. അങ്ങനെ പറ്റില്ല. ഒറ്റയ്ക്ക് ആര് തിയേറ്ററിൽ ഓടിക്കുന്ന അറിയില്ല. നമ്മളിപ്പോൾ മൊബൈലിലും ഇതിലൊക്കെ കാണുന്ന സമയത്ത് വേണമെങ്കിൽ നമ്മൾ മാത്രമുള്ളൂ നോക്കെ. പക്ഷെ തിയേറ്ററിൽ എന്ന് പറഞ്ഞാൽ ഒരു ക്രൗഡിൻ്റെ കൂടെ ഇരിക്കുന്നത്, ആ ക്രൗഡ് നന്നാവണം. ഈ നല്ല കുറേ സീൻ വരുമ്പോൾ ഇവരുണ്ടാക്കുന്ന ഓരോ ലഹള ഉണ്ടല്ല, പേടിച്ചിട്ടാണെങ്കിൽ ഈ പരിപാടിക്ക് വരുന്നത് വീട്ടിൽ പോയിക്കണം. ഇങ്ങനെയൊക്കെ പ്രേതപ്പടം കാണാൻ പേടിയാണെങ്കിൽ അത് കാണാൻ വരരുത്. കാണുന്ന ബാക്കിയുള്ളവരും കൂടെ ഒരു നല്ലൊരു സീൻ വരുന്ന സമയത്ത്, ഞാൻ പറഞ്ഞത് മറ്റ് ഹൊറർ പടങ്ങൾ പോലെയല്ല, സ്വിച്ച് ഇട്ടുമ്പോൾ ടേബിൾ ഫാൻ ഇടുന്ന പോലെ നമ്മൾ തിരിയുന്ന സമയത്ത് ബാക്കിൽ നിന്ന് പേടിപ്പിക്കുന്ന കച്ചറക്കൂറ പ്രേതല്ലത്. ഇറ്റ്സ് എൻ എക്സ്പീരിയൻസ്. നമുക്കത് ഫീൽ ചെയ്യണം. ആ ഒരു ക്യാരക്ടറിന് ഫീൽ ചെയ്യുന്ന പോലെ തന്നെ നമ്മളതിങ്ങനെ ഫീൽ ചെയ്ത് വരുന്ന സമയത്താണ് പോയില്ലേ ഇമാരി ഓരോ ഗുണപരിപാടികൾ. ഒരു പോയിന്റ് എത്തിയപ്പോൾ അവർ നിർത്തി. സെക്കൻഡ് ഹാഫിലൊക്കെ എത്തുമ്പോൾ അവർക്കൊന്നും പറയാനില്ല. കാരണം നമ്മൾ ഫുൾ ഓൺ എൻഗേജ്ഡ് ആയിട്ട് ഈ ഒരു പടത്തിലേക്കും അതിൻ്റെ കഥയിലേക്കും
അതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസിലേക്ക് കംപ്ലീറ്റ്ലി ഇമ്മേഴ്സ് ആയി പോകും. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ ഒരുപാട് നല്ല സീക്വൻസുകൾ ഇതേപോലെ ക്രൗഡ് കാരണം കൊളായി പോയിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് ഒരു ക്രൗഡും ഇല്ലാതെ ഫ്രീ ആയിട്ട് ഒന്നും കൂടി കാണണം, എന്നാലായിരിക്കും ഇതിൻ്റെ ആ ഒരു ഫുൾ എസൻസ് ഒരു പക്ഷേ കുറേ കൂടി നല്ല രീതിയിൽ കിട്ടുക. സോ മാക്സിമം നിങ്ങൾ കാണുമ്പോൾ ഈ സിനിമ കാണാൻ പോവുകയാണെങ്കിൽ അറ്റ്മോസ് ഉള്ള തിയേറ്ററിൽ തന്നെ കാണുക. ദാറ്റ്സ് എ മെയിൻ തിങ്. പിന്നെ ഇത് മറ്റേ ബ്ലാക്ക് ബാർസ് വരുന്ന ആ ഒരു ഫ്ലാറ്റ് റേഷ്യോ പാടാണ്, നമുക്ക് ഫുൾ സ്ക്രീനായിട്ട് കിട്ടില്ല. ബട്ട് ഐ തിങ്ക് ഈ ഒരു പടത്തിൽ അത് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെയാണ് പടം ഫുൾ എൻഗേജിങ് ആയതുകൊണ്ട് നമ്മൾ ഈ സാധനമൊന്നും ശ്രദ്ധിക്കില്ല. സൗണ്ടാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. സോ അധികം ക്രൗഡൊന്നും ഇല്ലാത്ത, അധികം ആൾക്കാർ കയറാത്ത വല്ലെങ്കിൽ തിയേറ്ററിൽ പോയിട്ട് കയറി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടും. കാരണം ഇതാണ് അവസ്ഥ. ഇത് എത്ര പറഞ്ഞിട്ടും ഒരു കാര്യമില്ല, ഒന്നും പറയാനില്ല. സോ അതൊഴിച്ച് ദാറ്റ്സ് എ ഓൺലി ബാഡ് എക്സ്പീരിയൻസ് ഈ പടത്തിൽ നിന്ന് കിട്ടിയത്, ആ ഒരു ക്രൗഡ് അലമ്പാക്കി. അതല്ലാതെ നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം ഒരു A24 ആണ്, അങ്ങനത്തെ ഒരു ബ്രാൻഡായി തന്നെ മാറി ഈ ഒരു ഡയറക്ടർ എന്ന് പറയാം. അത്ര നല്ല ക്വാളിറ്റി ഉള്ളൊരു ഐറ്റം. ഇപ്പോൾ പണ്ട് ഇടയ്ക്കൊക്കെ തമിഴിൽ നിന്നൊക്കെ ഇതുപോലത്തെ കുറേ സാധനങ്ങളൊക്കെ ഇറക്കാറുണ്ടായിരുന്നു, കുറേ നല്ല നല്ല ക്വാളിറ്റി ഉള്ള ഹൊറർ പടങ്ങളൊക്കെ. ഇപ്പോൾ ഐ തിങ്ക് ഇന്ത്യയിൽ വേറെ എവിടെയില്ല. ഈ റീസെൻ്റ് ഞാനിപ്പോൾ വശ് കണ്ടു, അതും ഇതുപോലത്തെ നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു ഹൊറർ പടമായിരുന്നു. അതും ഹിന്ദി അല്ലത്, ഐ തിങ്ക് ഗുജറാത്തി എന്തോ ആണ്. സോ ഇന്ത്യയിൽ തന്നെ വളരെ കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള ക്വാളിറ്റി ഹൊറർ പടങ്ങളെ വരുന്നുള്ളൂ. ആ ഒരു കൂട്ടത്തിൽ വെക്കാൻ പറ്റുന്ന ഈ വർഷത്തെ വൺ ഓഫ് ദി ബെസ്റ്റ്, ഹൈലി അല്ലെങ്കിൽ മേക്കിംഗ് ക്വാളിറ്റിയിൽ ടോപ്പ് നോച്ച് ആയിട്ട് നിൽക്കുന്ന കിഡിലും മേക്കിംഗ് ഉള്ള, ഇപ്പോൾ സ്റ്റോറി വൈസ് ഒക്കെ നമുക്കറിയാവുന്ന പ്രൊഡിക്റ്റബിൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ തന്നെയാണെങ്കിലും മേക്കിംഗ് വൈസ് നല്ലൊരു ഹോണ്ടിങ് ഹൊറർ എക്സ്പീരിയൻസ് നൽകുന്ന നല്ലൊരു കിഡിലും പടമാണ്. സോ തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ തന്നെ കണ്ടുപോക്കുക. ഞാൻ ഈ പറഞ്ഞ പോലെ തിയേറ്റർ സെലക്ട് ചെയ്യുമ്പോൾ നോക്കി കണ്ട് സെലക്ട് ചെയ്യുക. അധികം ബുക്കിംഗ് ഒന്നും ഇല്ലാത്ത, പ്രത്യേകിച്ച് സെക്കൻഡ് ഷോ, അവിടെയൊക്കെയാണ് ഈ പ്രശ്നം വരുന്നത്. സെക്കൻഡ് ഷോ എന്നല്ല, തിയേറ്ററിനകത്ത് ഇരുട്ടാണല്ലോ. ഇരുട്ട് കണ്ടാൽ നിങ്ങൾക്ക് പേടിയാണ്. ഓക്കെ, പടം കിടിലാണ്, കണ്ടുവെക്കുക. ആളില്ലാത്ത തിയേറ്ററിൽ പോയിട്ട്, നല്ല തിയേറ്ററിൽ പോയി ആളില്ലാത്ത സമയത്ത് പോയിട്ട് എൻജോയ് ചെയ്യുക എന്ന് മാത്രമേ പറയാനുള്ളൂ. സോ കണ്ടുവരണമെങ്കിൽ സിനിമയ്ക്കുള്ള നിങ്ങളുടെ അഭിപ്രായം, ഇതേപോലെ നിങ്ങൾക്ക് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതും കൂടി താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ കാണാം.